വെൽക്കം ടു ശിക്ഷക് മിത്ര. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് SCERT 5th സ്റ്റാൻഡേർഡിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ടോമി ഓർ മെയിം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭ്യമാകുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നോക്കിയ ഈ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം ടോമി ഓർ മെയിം എന്നാണ് ആ ഒരു ലേഖനത്തിൻ്റെ ആ ഒരു രചനയുടെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് പ്രോയിതി റോയ് ആണ്. എൻ്റെ ഓഥർ ആരാണ്, രചനാകാർ ആരാണ്? റോയിതി റായ്. അപ്പോൾ നോക്കിയേ ആ പെൺകുട്ടിയുടെ പേര് എന്താണെന്ന് നോക്കിയേ, താഴെ എഴുതിയിരിക്കുന്നത് നോക്കിയേ, മാം നീതു. ഞാൻ നീതു ആണ്. അപ്പോൾ മക്കൾ ഓരോ മക്കളും അവരുടെ പേരെന്താണെന്ന് ഹിന്ദിയിൽ പറയത്തില്ലേ? തുമാരാ നാം ക്യാ ഹേ എന്ന് ചോദിക്കുമ്പോൾ പറയത്തില്ലേ? അപ്പോൾ അതുപോലെ ആ കുട്ടിയുടെ പേരും അവൾ പറയുവാണ്, എന്താണ്? മാം നീതു ഹു, ഞാൻ നീതുവാണ്. അപ്പോൾ നീതുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് നീതു മാത്രമല്ല, ടോമി എന്ന് പറയുന്ന ഒരു പേരും കൂടെ നമ്മൾ കണ്ടല്ലോ ഹെഡിങ്ങിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ആരാണ്? ടോമിയും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ബാക്കി നോക്കാം. ഇനി അടുത്ത ചിത്രം നോക്കിയേ, ആ നീതു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി കിടക്കുവാണ് അല്ലേ, കമ്പിളിയൊക്കെ പൊതിച്ച് കിടക്കുവാണ്. പുറത്ത് നോക്കിയാൽ അറിയാം, ബാക്കിലായിട്ട് എന്താണ്, ഒരു ജനാലയൊക്കെ കാണാം. അപ്പോൾ രാത്രിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്താ താഴെ എഴുതിക്കുന്നതെന്ന് നോക്കാം. വഹ് സർദിയോങ്കി രാത് ഥി. വഹ് എന്ന് വെച്ചാൽ അതെന്ന് പറയാം. സർദി എന്ന് വെച്ചാൽ തണുപ്പ്. രാത്ത് എന്ന് വെച്ചാൽ എന്താ? രാത്രി. അപ്പോൾ അതൊരു എന്താണ്, തണുപ്പുള്ള രാത്രിയായിരുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ അല്ലേ അവളിങ്ങനെ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ എന്താ, തണുപ്പുള്ളൊരു രാത്രിയായിരിക്കും. ബാക്കി നമുക്ക് ആ ചിത്രത്തിൽ നോക്കിയിട്ട് കഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അല്ലേ? എന്താണ് അടുത്ത ചിത്രത്തിൽ? അപ്പോൾ ആ കുട്ടി എന്താണ്, അവളുടെ പുതപ്പിങ്ങനെ പൊതിച്ച് ഉറങ്ങുമായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തുവാണ്, അവൾ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ ആ ജനൽ വഴി നോക്കുന്ന ഒരു ചിത്രം അടുത്ത് കാണുന്നുണ്ട്, കണ്ടോ? അപ്പോൾ ജനൽ വഴി നോക്കുമ്പോൾ എന്താ കാണുന്നേ? ഒരു പട്ടിക്കുഞ്ഞിൽ പുറത്ത് വെളിച്ചത്തിൽ എന്ത് ചെയ്തുള്ളൊരു പട്ടിക്കുഞ്ഞിനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ജനാൽ വഴി ആ കുട്ടി നോക്കുന്നത് ആ ചിത്രത്തിൽ കാണാം അല്ലേ? അവിടെ ഒരു പട്ടിക്കുഞ്ഞിങ്ങനെ ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ തണുപ്പുള്ള രാത്രിയല്ലേ, അപ്പോൾ പുറത്ത് ഈ പട്ടിക്കുഞ്ഞിങ്ങനെ കിടക്കുമല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കിയാലോ. അടുത്ത ചിത്രം നോക്കിയേ, അവളൊരു ടോർച്ചൊക്കെ എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുക, ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ ആ പട്ടിക്കുഞ്ഞിനെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലേ? അതാണ് അടുത്ത ചിത്രത്തിൽ കാണുന്നത്. അപ്പോൾ എന്ത് ചെയ്ത് കാണും, അവൾക്ക് ഈ തണുപ്പായതുകൊണ്ട് അകത്ത് തന്നെ കിടക്കാൻ നല്ല തണുപ്പായതുകൊണ്ടാണല്ലോ അവൾ കമ്പിളി പുതപ്പൊക്കെ മൂടി വെച്ച് കിടന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ പട്ടിക്കുഞ്ഞ് പുറത്ത് ഇത്രയും മഞ്ഞൊക്കെ കൊണ്ട് കിടക്കുമ്പോൾ എങ്ങനെയായിരിക്കും കിടന്നിട്ടുണ്ടാവുക? അപ്പോൾ അതിൽ അവൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എന്ത് ചെയ്ത് കാണും, അവൾ ആ പട്ടിക്കുഞ്ഞിനെ എടുത്ത് വീട്ടിനകത്തേക്ക് പോയി കാണും. അപ്പോൾ നെക്സ്റ്റ് അതിൻ്റെ തന്നെ രണ്ടാമത്തെ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ഇപ്പോൾ പുറത്തല്ല, അവൾ അകത്താണ്. അകത്ത് എന്താണ്, ഒരു ബാസ്ക്കറ്റിൽ ആണ് അതിനെ കൊണ്ട് വെച്ചേക്കുന്നത്. വീട്ടിനകത്തേക്ക് എടുത്തുകൊണ്ട് പോയി എന്ത് ചെയ്തു, അതിനൊരു ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് എന്ത് ചെയ്യുക, കുടിക്കാനായിട്ട് അതിനെന്താ പാല് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, ഒരു ബൗളിൽ എന്തോ ഇരിപ്പുണ്ട് അല്ലേ, നമുക്കത് പാലായിട്ട് എടുക്കാം. പാലായിരിക്കും, പട്ടിക്കുഞ്ഞിന് പാല് കൊടുത്തതായിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്ത് കാണും, അടുത്ത പേജിൽ നോക്കിയാൽ കാണാം എന്ത് ചെയ്യുക, ആ പട്ടിക്കുഞ്ഞിനെ എന്താണ് ബാസ്ക്കറ്റിലെടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അവൾ കിടക്കുവാണല്ലേ ഉറങ്ങാനായിട്ട് നീതു. അതുപോലെ തന്നെ പട്ടിക്കുഞ്ഞും കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് നോക്കിയേ, ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ത് ഥാ. എന്നാണ്, അവന് ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ പട്ടിക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, പട്ടിക്കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത്. അതുപോലെ നീതു അവൻ്റെ പട്ടിക്കുഞ്ഞ് ടോമിക്ക് എന്താണ് ഇഷ്ടമുള്ളത് എന്താണെന്നാണ് പറഞ്ഞേ, ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നത് അവന് വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ചിത്രം നോക്കിയേ,
और मेरे साथ खेलना. പിന്നെ എന്താണ്? മേരെ സാത്ത് എൻ്റെ കൂടെ കളിക്കാനും അവനിഷ്ടമാണ്. എൻ്റെ കൂടെ കളിക്കുന്നതും. അതുപോലെ തന്നെ അടുത്ത ചിത്രം നോക്കിയേ. പങ്കയ്ക്ക് നീച്ചെ സോന. പങ്ക എന്ന് പറഞ്ഞാൽ എന്താ? പങ്ക എന്ന് പറഞ്ഞാൽ ഫാൻ. അപ്പോൾ ഫാനിൻ്റെ താഴെ എന്ത് ചെയ്യുക? കടന്ന് ഉറങ്ങുന്നത് അവന് എന്താണ്? ഇഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? എൻ്റെ കൂടെ കളിക്കുന്നതും അതുപോലെ തന്നെ ഫാനിൻ്റെ കീഴിൽ ഉറങ്ങുന്നതും ഒക്കെ അവനെന്താണ്? ഇഷ്ടമാണ്. പിന്നെയോ അതുമാത്രമല്ല, അടുത്ത ചിത്രം നോക്കിയേ. ഓർ കിതാബ് പഠന. കിതാബ് എന്ന് വെച്ചാൽ പുസ്തകം വായിക്കുന്നതും ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നതും ഫാനിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങുന്നതും പുസ്തകം വായിക്കുന്നതും ഒക്കെ അവന് ഇഷ്ടമായിരുന്നു. അടുത്ത ചിത്രം നോക്കിയേ. നീതു സ്കൂളിൽ പോവുകയാണല്ലേ, യൂണിഫോമൊക്കെ ഇട്ട് ബാഗൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക? അവനോട് ടാറ്റ പറയുന്നൊരു ബൈ ബൈ പറയുന്ന ഒരു ഫോട്ടോയാണല്ലേ. അപ്പോൾ അതിൽ താഴെ എഴുതിയിരിക്കുന്നത് നോക്കിയേ. ഉസെ മേര ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ. എന്നാൽ എന്താണ്? അവന് ഞാൻ പുറത്തു പോകുന്നത് എന്താ? തീരെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യമല്ല. ലാസ്റ്റത്തെ പേജ് നോക്കിയേ. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ थे. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. എന്താണ്? ഞങ്ങൾ എപ്പോഴൊക്കെയാണോ ഒന്നിച്ചുണ്ടാവുന്നത് അപ്പോഴെല്ലാം എന്താണ്? ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ എന്താണ്? ഇതൊരു കുഞ്ഞു കഥയാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കഥ എന്താണ്? ടോമിയും നീതുവാണ് അല്ലേ. നീതു എന്ത് ചെയ്യുക? ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? പുറത്ത് നല്ല തണുപ്പായിരുന്നു. അപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ കണ്ടു. അവൾ അതിനെ എടുത്ത് അകത്ത് കൊണ്ടുപോയി അതിന് എന്താണ്? കിടക്കാനൊരു ബാസ്ക്കറ്റ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യുക? കുടിക്കാൻ പാലൊക്കെ കൊടുത്തു. പിന്നെ അവന് ചായയും കൂടെ ബിസ്ക്കറ്റും കഴിക്കുന്നതാണ് ഇഷ്ടം. പിന്നെന്താ? നീതുവിൻ്റെ കൂടെ കളിക്കുന്നത് ഇഷ്ടമാണ്. ഫാനിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങുന്നത് ഇഷ്ടമാണ്. അതുപോലെ പുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ നീതു പുറത്തു പോകുന്നത് മാത്രം അവനെ കൂട്ടാണ്ട് പോകുന്നത് മാത്രമേ ഇഷ്ടമല്ല. എപ്പോഴും അവരൊരുമിച്ചായിരിക്കുമ്പോൾ എന്താണ്? വളരെ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.